ലൈവില് അനീഷും അതോടൊപ്പം തന്നെ ഷാനവാസും തമ്മിലുള്ള ഒരു ടോക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന ഫാമിലി ടാസ്കിൽ അവരുടെ വീട്ടുകാർ അതിനുള്ളിലേക്ക് വരുന്ന കാര്യമാണ്. ഷാനവാസിന്റെ ഫാമിലി അതിനുള്ളിലേക്ക് വരുന്നത് കട്ട വെയിറ്റിംഗിലാണ് അനീഷ്. അത് എടുത്തു പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം അനീഷ് പറഞ്ഞതെന്ന് പറയുന്നത് തന്റെ വീട്ടുകാരെ കുറിച്ച്, അതായത് അനീഷിന്റെ വീട്ടുകാരെ കുറിച്ച് അനീഷ് പറയുന്നുണ്ട്. അതായത് തന്റെ അച്ഛനും അമ്മയ്ക്കും താൻ ഇതിലേക്ക് വരുന്നതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു, പക്ഷെ താൻ വന്നു എന്നും അത് മാത്രമല്ല ഇനിയിപ്പോ ഫാമിലി ടാസ്ക് വരുമ്പോഴത്തേക്ക് അച്ഛനും അമ്മയും എന്തായാലും വരാനായിട്ടുള്ള സാധ്യത ഇല്ല എന്നുമാണ് അനീഷ് പറയുന്നത്. പക്ഷെ അനിയൻ വരുമെന്നാണ് അനീഷ് പറയുന്നതെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറഞ്ഞതെന്ന് പറയുന്നത് താൻ നേടിയെടുത്ത കുറേയധികം കപ്പുകളും ട്രോഫികളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. താനും തന്റെ അനിയനും കൂടെയൊക്കെ അനീഷിന്റെ ഒരു എഴുത്താണല്ലോ അനീഷിന്റെ ആ ഒരു മേഖല, ആ ഒരു രീതിയിൽ താല്പര്യമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അനീഷ് ആ ഒരു മേഖലയിൽ നിന്ന് നേടിയെടുത്ത കുറേയധികം ട്രോഫികളും അനിയൻ നേടിയ കുറേയധികം ട്രോഫികളും ഒക്കെ തന്നെ വീട്ടിലിങ്ങനെ നിറച്ചു വെച്ചിട്ടുണ്ടെന്നൊക്കെ തന്നെ ഷാനവാസിനോട് പറയുകയാണ്. പുള്ളി അങ്ങ് മനസ്സ് തുറക്കുവാണ്, ആ ഒരു തരത്തിൽ അങ്ങ് ഷെയർ ചെയ്യുകയാണ്. കാരണം അനീഷിനെ ഇതുപോലെ മറ്റ് ആരുമായിട്ട് കണ്ടിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഷാനവാസിനോട് പുള്ളിക്ക് ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ട്, ഒരു ഫ്രണ്ടാണ്. ആ ഒരു രീതിയിലൊക്കെ ഇങ്ങനെ നോക്കി കണ്ട് അനീഷ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ വീട്ടുകാരെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ തന്നെ തനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, താൻ നേടിയ കുറേയധികം ട്രോഫികൾ, അതോടൊപ്പം തന്നെ അനിയനെ കുറിച്ച് പറയുന്നുണ്ട്, അച്ഛൻ അമ്മയെ കുറിച്ചൊക്കെ. അനീഷ് ഇതിനു മുന്നേ ആരുടെ ഇങ്ങനെ സംസാരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ടില്ല. എന്തായാലും അനീഷിന്റെ ഈ ഒരു സ്നേഹബന്ധം അല്ലെങ്കിൽ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഷാനവാസ് നിലനിർത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഷാനവാസിന് അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെ കൃത്യമായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഷാനവാസ് ഭാഗ്യമുള്ള ഒരു വ്യക്തിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയ്ക്കും ജെന്യുവിൻ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് അനീഷിനെ തോന്നിയിട്ടുള്ളത്. പുള്ളി ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ പുള്ളി ആരെയും അങ്ങനെ പെട്ടെന്ന് വിശ്വസിക്കത്തില്ല. ഈ പറയുന്ന ഷാനവാസിനോടായാലും ഇത്രയും ഡേയ്സ് കഴിഞ്ഞിട്ടാണ് അനീഷ് ഇപ്പോഴെങ്കിലും കുറച്ചെങ്കിലും ആ ഒരു അടുപ്പം കാണിക്കുന്നത് തന്നെ. അത് ഇനിയുള്ള ദിവസങ്ങളിലും അത് കൂടുമെന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം.